Hi all, welcome back. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 3D തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു പ്രത്യേക പാറ്റേണിലാണ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേരൊന്നുമില്ല 1-2 ആൾക്കാരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന്. ചിലർക്ക് ചോദിക്കുന്നുണ്ട് എഡിറ്റിംഗ് പരമായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ, പണ്ടത്തെ പോലെ ബിഹൈൻഡ് ദ സീൻസ് ആൻഡ് ഫോട്ടോഗ്രാഫി ടൈപ്പ് വീഡിയോസ് ഇല്ലെന്ന് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അതായത് ഒരു മാസത്തോളമായിട്ട് വീഡിയോ ഇന്നലെയാണ് ലാസ്റ്റ് പോസ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അതും കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 3D തമ്പനെയിൽ ക്രിയേഷൻ ആണ്. അപ്പോൾ വീഡിയോ മുന്നാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തമ്പനെയിലാണ് റീക്രിയേറ്റ് ആയിട്ട് പോകുന്നത്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലിട്ട തമ്പനെയിലാണ്. അപ്പോൾ ഈ ഒരു തമ്പനെയിലാണ് നമ്മൾ റീക്രിയേറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു പ്രീമിയർ പ്രോൻ്റെ ഒരു എഡിറ്റിംഗ് ടൈം ലൈൻ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ 2 ഇൻ്റർഫേസ്, പിന്നെ ഇവിടെ ടെക്സ്റ്റും ആ ഒരു 3D ലെവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ലേഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നത് PicsArtലാണ്, മൊബൈൽ ഫോണിലെ PicsArt തന്നെ, ആൻഡ്രോയിഡിലെ PicsArt തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രീമിയർ പ്രോൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പ്രീമിയർ പ്രോ ഇൻ്റർഫേസ് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് വരും. ഇനി നമുക്ക് ഇതിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്, നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ആഡ് ചെയ്യുന്നതിൻ്റെ, ഇപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോത്തെ 2 സ്ക്രീൻഷോട്ടിൽ 2 ഇമേജസ് ആണ്. അപ്പോൾ അത് ഞാൻ ഇവിടുത്തെ വീഡിയോ ലെയറിലായിട്ട് കൊണ്ടുവെക്കുകയാണ്. ഇതിൻ്റെ ഇവിടുത്തെ വീഡിയോത്തെ ആ ഒരു കോളത്തിൽ ഞാനിവിടെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, ഒന്നുകൂടെ വെച്ചു, ജസ്റ്റ് ഒന്നുകൂടെ വെച്ചു, ഒന്നുകൂടെ വെച്ചു. ഓക്കെ, ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇമേജിനെ ടിക്ക് കൊടുത്ത് സേവ് ചെയ്യുക. ഇനി ഇതിനൊരു 3D ലെവലാക്കി എടുക്കാൻ പോകണം. അതിനായിട്ട് ഞാനിവിടെ ടൂൾസ് പോയതിനു ശേഷം പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 3D ലെവലിലേക്കായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതൊരു അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് കാണുമ്പോൾ ഒരു 3D ഒരു ലുക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യലാണ്. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ലേഔട്ടിൽ ആദ്യം ടെക്സ്റ്റിന് 3D എഫക്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കൊണ്ടുവന്ന് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ബാക്ക് അടിക്കാൻ നോക്കുക. അപ്പോൾ സേവ് ഡ്രാഫ്റ്റ് എന്നുണ്ടാവും, അത് സേവ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് സേവ് ആക്കിയിടാം. അതിനുശേഷം നമ്മളൊരു പ്ലെയിൻ ഇമേജ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ടെക്സ്റ്റ് എഴുതാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെക്സ്റ്റ് എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ. എന്താണോ നമ്മൾ വീഡിയോയുടെ ടൈറ്റിൽ അല്ലെങ്കിൽ എന്താണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അത് നമ്മളോട് കൊടുക്കുക. ഞാനിവിടെ ടെക്സ്റ്റ് എന്ന് ഫുൾ ക്യാപിറ്റൽ ലെറ്ററായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്റ്റ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഓക്കെ. ഇനി നമ്മളിത് ടിക്ക് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ വീഡിയോ ഫോട്ടോയിൽ ചെയ്ത പോലെ തന്നെ പെർസ്പെക്റ്റീവ് എടുക്കുക. ഇതിന് മൊത്തത്തിൽ 3D എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്ത ആ ഒരു ലെവലിൽ തന്നെ ഇവിടെ ചെയ്യാൻ നോക്കുക. ഓക്കെ, ടെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് സേവ് ചെയ്യുക. ഈ ഒരു സാധനം നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സേവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡ്രാഫ്റ്റിന് എടുക്കുക. ആ ഡ്രാഫ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആഡ് ഇമേജ് കൊടുക്കുക. നമ്മൾ നേരത്തെ സേവ് ആക്കി വെച്ച ആ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ആഡ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ആ ഒരു ടെക്സ്റ്റ് വരും. നമ്മൾ ടെക്സ്റ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നമ്മുടെ ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എക്സ്ട്രാ ഒരു ബ്ലർ എഫക്റ്റ് കൂടെ കൊടുക്കാം. ബ്ലർ എഫക്റ്റിൽ നമ്മൾ റേഡിയൽ എഫക്റ്റ് കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് നമുക്ക് വേണ്ട ഭാഗം മാത്രം എക്സ്പോസ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ എറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു തമ്പനെയിൽ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ തമ്പനെയിൽ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചൊക്കെ ഒരു ചിന്തിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സായിട്ടുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും. നിങ്ങളെ യൂട്യൂബേഴ്സായിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.